ആദ്യമായി അമ്മ മാതാവിനും ഉണ്ണി യേശുവിനും ആദ്യമായി കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ കുര്യൻ. ഞാൻ കോലഞ്ചേരി ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ കോലഞ്ചേരി ഓർത്തഡോക്സ് സഭാംഗമാണ്. ഇതെൻ്റെ മൂത്ത മകൾ ഏഞ്ചൽ. ഇതെൻ്റെ രണ്ടാമത്തെ മകൾ അലീന BSc നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. ഞാൻ 2022 ഡിസംബർ 31 ഇവിടെ ആദ്യമായി കടന്നു വരുന്നത്. പല പ്രശ്നങ്ങളാലും തകർന്ന് ഇവിടെ വന്ന് അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഉടമ്പടി പുതുക്കുവാനും ഉടമ്പടിയിൽ ജീവിക്കുവാനും എനിക്ക് സാധിക്കുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും അമ്മയെ കണ്ടു മടങ്ങുകയും ചെയ്യുകയായിരുന്നു. അമ്മയെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും അമ്മയെ കണ്ട് മടങ്ങുകയും ചെയ്യുമായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകള് നഴ്സിങ്ങിന് പഠിക്കാൻ പോകാൻ മടിയായിരുന്നു. ഞാൻ അവളെ പ്രാർത്ഥിച്ചു, പറഞ്ഞയച്ചു. അവൾ പഠിച്ചു ജയിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. വീണ്ടും ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. അവൾ 4 വർഷവും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ആ മകൾ പാസ്സായി. റിസൾട്ട് അറിഞ്ഞ് 1 മാസമേ ആയുള്ളൂ. അവൾക്ക് ഡൽഹി മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഉണ്ണി യേശുവിൻ്റെയും അമ്മ മാതാവിൻ്റെയും കാരുണ്യം വളരെ വലുതാണ്. എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി കോടാനുകോടി അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചത്. അതുപോലെ എൻ്റെ മൂത്ത മകൾ അനസ്തേഷ്യ ടെക്നീഷ്യന് പഠിച്ചു. അവൾ പഠിച്ചു വന്നെങ്കിലും അവൾക്ക് ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. ഒരു ഹോസ്പിറ്റലിലും വേക്കൻസി ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീടിനടുത്തുള്ള 3-4 ഹോസ്പിറ്റലുകളിൽ അവൾക്ക് വേക്കൻസി കാണിക്കുകയും അവളെ കല്യാണം കഴിച്ച വീടിനടുത്ത് തന്നെ പാലായിലെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വേക്കൻസി ഇല്ലാതെ ഇരുന്നു. ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും വേക്കൻസി ഇല്ലാതെ ഇരുന്ന് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേക്കൻസികൾ തന്നെ കേൾക്കുക. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കാനിടയായി വേക്കൻസിയെക്കുറിച്ച്. അതുവരെ ഒരു വേക്കൻസിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കോടാനുകോടി അനുഗ്രഹങ്ങളാണ് ഈ 4 വർഷം കൊണ്ട് അമ്മ മാതാവും ഉണ്ണി യേശുവും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനിയും അനുഗ്രഹങ്ങൾ തരുമെന്നും പ്രതീക്ഷിച്ചത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അനാഥാലയങ്ങളിൽ പോകുകയും ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയും എല്ലാവരെയും പറ്റും പോലെയൊക്കെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പത്രം 3ഉം 5ഉം കെട്ടുമൊക്കെ പത്രം എല്ലാ മാസവും ഇവിടെ വരികയും മേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങളാണ്. എൻ്റെ കൂടെ ഒരു 10-20 പേരോളം എല്ലാ മാസവും എൻ്റെ ഇത് കണ്ട് എല്ലാവരും 10-20 പേരോളം എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് അലീന. ഞാൻ നഴ്സിംഗാണ് കംപ്ലീറ്റ് ആക്കിയത്. 4 വർഷവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങളും അമ്മ കാരണമാണ്. 4 വർഷം ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോഴും ഉടമ്പടി തൈലവും ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ കയറുമായിരുന്നു. ജയിക്കില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് വിജയം വന്നതിനിപ്പോൾ 4 വർഷം എനിക്ക് ഞാൻ പാസ് മാർക്കോടെ പാസ്സായത്. അതിലൊരു വലിയ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പഠിച്ചോടെ തന്നെ ജോലി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എല്ലായിടത്തും നോക്കുമായിരുന്നു. ഫ്രഷേഴ്സിന് എടുക്കുന്നില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരൊക്കെ തള്ളിക്കളയായിരുന്നു. റിജക്ഷൻസിനോട് മൊത്തമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ അവസാനം ട്രെയിനിലിരുന്ന് കരഞ്ഞു. അമ്മ എനിക്ക് എന്താ നീ വിധിച്ചേക്കണമെന്ന് എനിക്കറിയില്ല, എനിക്കത് ജോലി കിട്ടിയേ പറ്റൂ എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരു ശനിയാഴ്ച വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡൽഹിയിൽ ഹോസ്പിറ്റലിൽ എനിക്ക് ആയിട്ടുണ്ട്, നിങ്ങൾ പോകേണ്ട വരൂട്ട് ബുധനാഴ്ച എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല പോകാനായിട്ടുള്ള. പക്ഷെ അതെല്ലാം എനിക്ക് ഈ സമയം വരെ അമ്മ എനിക്ക് ഒപ്പിച്ചു തന്നു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അമ്മ തന്നു എനിക്ക്. ഞാൻ നാളെ ഇനി പോവാണ് ജോയിൻ ചെയ്യാനായിട്ട്. അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഞാൻ BSc അനസ്തേഷ്യയാണ് പഠിച്ചത്. എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് എനിക്ക് ജോബ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് ഒരു ഹോസ്പിറ്റലിൽ ഒരു 1 ഇയർ കോൺട്രാക്ട് ബേസിൽ ഞാൻ കയറി. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. എനിക്ക് ഞാൻ 1 വർഷം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ഞാൻ ഹോസ്റ്റലിലാണ്
പോയിക്കൊണ്ടിരുന്നത്. ഹോസ്റ്റലിൽ നിന്നാണ് ജോലിക്ക് പോയിക്കൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ജോലി പോകണം, അതെനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ മാസം മാർച്ച് 6-ാം തീയതി അച്ഛനെ കണ്ടു വന്നു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും. എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് 40 കിലോമീറ്റർ ദൂരം എനിക്ക് പോയി വരാൻ പാകത്തിനുള്ള ദൂരത്തെത്തി എനിക്ക് മാതാവ് എനിക്ക് ജോലി വന്നതും ഒത്തിരി 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 ആഗ്രഹമായിരുന്നു. വീടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കാതെ ജോലിക്ക് പോകണം എന്നുള്ളത്. അതെനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പം ഇവിടുന്ന് തന്ന കൃപാസനത്തിലെ ഉപ്പ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു ജോലി വേണം. ഞാൻ ഇൻ്റർവ്യൂ ബോർഡിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപ വേണം. ഞാൻ പെട്ടെന്ന് വേർക്കുന്ന ഒരാളെ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ ചേർത്ത് പിടിച്ചു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. തിയറിക്ക് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ മാതാവ് എനിക്കൊരു ജോലി ഒന്ന് സഹായിച്ചു. എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഉണ്ണിയേശയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.